താങ്ക് യു സാർ, താങ്ക് യു സാർ. ശ്രീകുമാർ സാറ് വളരെ എക്സൈറ്റഡ് ആണ്, വളരെ ആവേശത്തിലാണ്, വളരെ സന്തോഷം. കാരണം നമ്മുടെ പ്രിയങ്കരനായ പത്തനംതിട്ടയുടെ ഗ്രേറ്റ് ലീഡർ അനിൽകുമാർ ദാസ് സാർ 2025 നടക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. ഞാനും വളരെ ആവേശത്തിലാണ്. കാരണം ഈ ബിസിനസ്സിൽ വന്നിട്ട് 6 വർഷം കംപ്ലീറ്റ് ചെയ്തൊരു വ്യക്തി, 6 വർഷം പേൾവൈൻ PVC മെറ്റ എന്ന് പറയുന്ന ഈ ഒറ്റ കമ്പനിയിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, വളരെ ഹോപ്പോട് കൂടി പ്രതീക്ഷ. കാരണം നമ്മുടെ സിസ്റ്റം അത്രയും സ്ട്രോങ് ആണ്, അത്രയും പവർഫുൾ ആണ്. ഇനി വരുന്ന കാലത്ത് അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ പ്രിയപ്പെട്ട അനിൽകുമാർ ദാസ് സാറ് മീറ്റിങ്ങിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. 2,16,000 വാലറ്റ് ഹോൾഡറുള്ള ഈ ഒരു PVC മെറ്റയുടെ ഒരു കമ്മ്യൂണിറ്റീനെ എങ്ങനെ 800 കോടി ജനങ്ങളിലേക്ക് എത്തിക്കും എന്നതിനെ കുറിച്ച് വലിയൊരു ആൻസർ അദ്ദേഹം പറഞ്ഞു തന്നു നമുക്ക്. കാരണം 2025 നമ്മളെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഗെയിമിങ്ങിൽ ഗെയിമുകൾ കളിച്ചാൽ, ഗെയിം റെക്കമെൻഡ് ചെയ്താൽ, അതുപോലെ വീഡിയോ കണ്ടാൽ, വീഡിയോ റെക്കമെൻഡ് ചെയ്താൽ, ഇന്റർനെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് റെക്കമെൻഡ് ചെയ്താൽ PVC മെറ്റ നമുക്ക് റിവാർഡായിട്ട് അതാണ്. അപ്പോൾ ജനങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഒരാള് യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എന്തെങ്കിലും പോസ്റ്റോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടുന്നതാണ് ആദ്യമായിട്ട് ലോകം കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആളുകൾ ഇന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് നമുക്കറിയാം. എല്ലാ ഗ്രാമത്തിലും ഇന്ന് യൂട്യൂബേഴ്സ് ഉണ്ട്. പല റീലുകളും യൂട്യൂബ് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നവരുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് വരുമാനം കിട്ടും. പക്ഷെ ലോകത്ത് ആദ്യമായിട്ട് എല്ലാ കാര്യങ്ങളും PVC മെറ്റയും പേൾവൈൻ ഇന്ന് വരെ ലോകത്ത് ആദ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അത് ഡിജിറ്റൽ കറൻസി ഇറക്കുമ്പോഴായിക്കോട്ടെ, മൾട്ടിപർപ്പസ് കറൻസി ഇറക്കുന്ന ആയിക്കോട്ടെ, എല്ലാം ആദ്യമായിട്ട് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ സിസ്റ്റം ലോകത്ത് ആദ്യമായിട്ട് കസ്റ്റമർക്ക് റിവാർഡ് കൊടുക്കാൻ പോകുന്നു. കസ്റ്റമർക്ക് റിവാർഡ് കൊടുക്കാൻ പോകുന്ന ലോകത്തെ ഏറ്റവും ആദ്യത്തെ കമ്പനിയായിട്ട് തീർച്ചയായിട്ടും പേൾവൈൻ ഇന്റർനാഷണൽ മാറുന്നുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് നമ്മുടെ ടീമിന് കഴിഞ്ഞ വർഷം സാറ് പറഞ്ഞ പോലെ നിരവധി അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈവൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒന്ന് രണ്ട് ആളുകൾ വിളിച്ച് സന്തോഷത്തോടെ അറിയിച്ച കാര്യം, അവരുടെ ക്രെഡിറ്റ് സ്കോർ, അതായത് ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ അവർക്ക് ലോൺ കിട്ടാൻ വളരെ താഴ്പോയിട്ടുണ്ടായ അവസ്ഥ സ്കോർ കൂടുകയും അവർക്ക് ആളുകൾ നിരവധി അച്ചീവ്മെന്റ് വർഷം കോടിക്കണക്കിന്റെ ടോട്ടൽ നമ്മൾ ടീമില് കഴിഞ്ഞ വർഷം നേടിയെടുത്തു. ശരിക്കും പറഞ്ഞാൽ ടോട്ടലിന്റെ കണക്ക് ഞാൻ കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇത്രയും ആളുകൾ ഇത്രയും വരുമാനം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വാങ്ങിച്ചിരിക്കുന്നു. നമ്മളെ പ്രിയപ്പെട്ട ലീഡേഴ്സ് ആയിട്ടുള്ള കുറെ ആളുകൾ കഴിഞ്ഞ ഒരു 12 മാസത്തെ വരുമാനം എടുത്തു നോക്കുമ്പോൾ അവർ പോലും അറിയുന്നത് ഇത്രയും കൂടുതൽ ഞാൻ വരുമാനം വാങ്ങിച്ചിട്ടുണ്ട്. പല ആൾക്കാരും ഈ കാര്യം പറയുമ്പോൾ സംശയിക്കും. കാരണം പൊതുവെ ധാരണ പേൾവൈനിൽ വരുമാനം കിട്ടുന്നില്ല എന്നാണ് നമ്മൾ കേൾക്കുന്നത്. നിങ്ങൾ ഔട്ട്സൈഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പേൾവൈനിൽ വരുമാനം ഇല്ല എന്ന് പറയുമ്പോൾ മെറ്റാർമിയും കേരളത്തിലെ ലീഡേഴ്സും വരുമാനം വാങ്ങിക്കുന്ന ആളുകളാണ്. എല്ലാ മാസവും വരുമാനം എടുക്കുന്നവരാണ്. ആ വരുമാനം ഉപയോഗിച്ച് അവരുടെ ഡ്രീമുകൾ, അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് മെറ്റാർമി. അത് വളരെ വളരെ അതുപോലെ നേരത്തെ അത് സൂചിപ്പിച്ച പോലെ നമ്മുടെ മാജിക് വരാൻ പോകുന്നുണ്ട്. ചെറിയ മാജിക് വരാൻ പോകുന്നുണ്ട്. നമുക്കറിയാണ്ട് ഒരു ഫണ്ടിങ്ങിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളെ ഗ്രൂപ്പിലൊക്കെ 20,000 PVC മെറ്റ സീലിംഗ് അടിച്ച ലീഡേഴ്സ് നമുക്ക് ഇന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. അവർക്കെല്ലാം വളരെ വലിയ മാറ്റങ്ങളാണ് 2025 വരാൻ പോകുന്ന സുഹൃത്തുക്കളെ. അത്ര വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു വർഷമാണ് 2025. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും ഹോപ്പായിട്ട് കഴിഞ്ഞ 6 വർഷം ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ ഞാൻ ഒരു വർഷം 30 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ടാക്കിയിട്ട് NSEയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എല്ലാ മാസവും എല്ലാ ദിവസവും ഞാൻ BTST എന്ന് പറയും, ട്രേഡിങ്, അതായത് ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളായിരുന്നു. എനിക്ക് NSEന്ന് ഒരു വർഷം എനിക്ക് ഒരുപാട് BTST ആയിട്ട് ലോണ് കിട്ടാറുണ്ടായിരുന്നു.
എനിക്ക് 7 ദിവസത്തേക്കും 5 ദിവസത്തേക്കും 1 കോടിക്ക് വരെ വരുമാനം, അല്ല സോറി, എനിക്ക് ട്രേഡ് ചെയ്യാനുള്ള ലോൺ എനിക്ക് അവൈലബിൾ ആയിരുന്നു. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 1 കോടി ഉറുപ്പ്യന് മുകളിലുള്ള NSE എനിക്ക് BT എസ്റ്റേറ്റ് ലോൺ തന്നിരുന്നു. ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് അറിയാം. അത്രയും കൂടുതൽ, എനിക്ക് അതിൽ കൂടുതൽ വേണം വാങ്ങിക്കായിരുന്നു. പക്ഷെ ഞാൻ ലിമിറ്റ് അതൊന്നും അല്ല. ഞാൻ അത് ഉപേക്ഷിച്ച് എനിക്ക് 1 കോടിയുടെ ടേൺ ഓവർ, എനിക്ക് 1 കോടി അവരുടെ പൈസ കൊണ്ട് തന്നെ എനിക്ക് ട്രേഡ് ചെയ്യുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ എനിക്ക് ഫിനാൻസ് ബന്ധപ്പെട്ടിട്ടുള്ള ലോണും എനിക്ക് അവൈലബിൾ ആവും. അതിനും എനിക്ക് ബുദ്ധിമുട്ടില്ല. ഫിനാൻസ് ഇപ്പോൾ ഇന്ത്യയിൽ വലിയ രീതിയിൽ കൊണ്ടുവരാൻ പോകുന്നു ലോണിന്റെ സംവിധാനം. അതായത് പ്രീമിയം കസ്റ്റമേഴ്സിന് 50 ലക്ഷത്തിന് മുകളിൽ 1 വർഷത്തേക്ക് 10%-ലും 2%-ലും താഴെയുള്ള പല കറൻസിയും കൊടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൊണ്ടുവരാൻ പോകുന്നു ഫിനാൻസ്. ഓൾറെഡി പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയും എനിക്ക് വേണമെങ്കിൽ അവസരമായിട്ട് കാണാം. അതുപോലെ എൻ്റെ ക്രെഡിറ്റ് സ്കോറൊക്കെ വലിയ ക്രെഡിറ്റ് സ്കോർ മുമ്പ് എനിക്കുള്ള ആളാണ്. എനിക്ക് പൈസ കയ്യിലില്ലെങ്കിൽ കടമെടുത്തുകൊണ്ട് നമുക്ക് ട്രേഡിംഗ് ചെയ്ത് വലിയ രീതിയിൽ വോളിയം ഉണ്ടാക്കാം. പക്ഷെ അതെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് പേൾവിൻ എന്ന് പറയുന്ന ഗ്രേറ്റ് സിസ്റ്റത്തിൽ നിന്നിന്റെ ഒരു സക്സസ്, ഒരു സുഖം ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് എനിക്ക് അതൊന്നുമില്ല. ആരൊക്കെയാണ് 3-4 വർഷം 5 വർഷം ഈ ബിസിനസ്സിൽ കൺസിസ്റ്റന്റ് ആയി നിൽക്കുന്നത്, അവരൊക്കെ ഹൈലി സക്സസ്ഫുൾ ആവുന്ന ഒരു വർഷം. നമ്മളെ തമ്മിൽ കൂടുതൽ സമയം വേണ്ട. കാരണം ഇവിടെ 3-4-5 ലക്ഷം രൂപ ഒക്കെ വരുമാനം വാങ്ങിക്കുന്ന ആളുകൾ ആകെ കഴിഞ്ഞ 2 വർഷത്തിന് താഴെ വന്ന് ബിസിനസ് തുടങ്ങിയവരാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അതും എല്ലാ സമയത്തും അപ്ഡേഷൻ നടന്നുകൊണ്ടേയിരിക്കും. സമയം ആഴ്ചക്ക് ഒരു 3-5 ദിവസം അപ്ഡേഷനിലായിരിക്കും സിസ്റ്റം. ഇന്നും നമുക്കറിയാം, ഇന്ന് ട്രസ്റ്റ് വാലറ്റ് 2 ദിവസമായിട്ട് അപ്ഡേഷൻ ആണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് ആളുകൾ ലക്ഷക്കണക്കിന് രൂപ വരുമാനം വാങ്ങിക്കുന്നത്. അതൊരു കാരണം. സുഹൃത്തുക്കളെ, അടുത്ത കാരണം നമുക്കറിയാം, ഡാവോ എന്ന് പറഞ്ഞ് ഈ ഇടയിൽ രവികുമാർ സാറും അതായത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഷാജി സാറൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിച്ച ഒരു ക്ലാസ് നമുക്കൊരു ഞായറാഴ്ച വന്നിരുന്നു. എന്താണ് അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഡാവോയില് അംഗങ്ങളാകാതെ ആളുകളെ വരുന്ന 2025 മിക്കവാറും ഈ ഒരു പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മളൊക്കെ പറയുന്നുണ്ട്, ലോകത്ത് 20,000 കറൻസികളുണ്ട്, ലക്ഷക്കണക്കിന് കറൻസികളുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, വളരെ കുറച്ച് കറൻസികളെ മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റ് കറൻസികളെ പല രീതിയിൽ ബാൻ ചെയ്യാനുള്ള ഒരു സംവിധാനവും 2025 വരാൻ പോകുന്നു. അതെനിക്ക് വളരെ സങ്കടം തോന്നിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ച് പേൾവിൻ ഉണ്ടാക്കുന്ന അച്ചീവ്മെന്റ് എനിക്ക് വളരെ ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിലും, പക്ഷേ ഈ ഡാവോ എടുക്കുന്ന തീരുമാനം, അതുപോലെ IRS കേട്ടിട്ടുണ്ടാവും. IRS എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സർക്കുലറുകളും അതുപോലെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഡിസിഷനിലും നടക്കുന്നുണ്ട് അമേരിക്കയിൽ. സുഹൃത്തുക്കളെ, ഇൻഡസ്ട്രി ആയിട്ട് ബേസ് ചെയ്തിട്ട് അത് എനിക്ക് വളരെ ദുഃഖം ഉണ്ടാക്കുന്ന അനുഭവങ്ങളാണ്. വളരെ വളരെ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് IRS ഉണ്ടാക്കാൻ പോകുന്നത്. അറിയോ, പേൾവിനെ സംബന്ധിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ പേൾവിനെ പോലെ എന്ന് പറഞ്ഞ് ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയിൽ ഒരുപാട് കമ്പനികൾ വളരെ സ്മൂത്തായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവര് പോലും ചിലപ്പോൾ അറിയില്ല അവർക്ക് പഴുതട വീഴുന്നത്. ഞാൻ ഇൻഡസ്ട്രിയോടൊപ്പം നിന്നുകൊണ്ടാണ്. ഞാൻ ഏകദേശം 15 വർഷം 8 വർഷത്തിലധികമായിട്ട് ഞാൻ ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ പാർട്ടായതുകൊണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ ഇടയായതുകൊണ്ട്, ഈ IRS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ഫെഡറലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഗവൺമെന്റ് അത് വലിയ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. പേൾവിനെ സംബന്ധിച്ച് വലിയ ഹോപ്പ് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമ്മളെ സഹജീവികളെ സംബന്ധിച്ച് വളരെ ദുഃഖം ഉണ്ടാക്കുന്നതാണ്. കാരണം പല ആളുകളും പല സ്ഥലത്തും പണം ഇൻവെസ്റ്റ് ചെയ്ത പണം ഒരു രാവിലെ ചിലപ്പോൾ ബാൻ ചെയ്യപ്പെട്ടേക്കാം. അവരെ പണം വാഷ് ഔട്ട് ചെയ്ത് അവരുടെ വാലത്ത് നഷ്ടപ്പെട്ടേക്കാം. അത്ര ഭീകരമായ ഒരു സിറ്റുവേഷനിലേക്കാണ് ക്രിപ്റ്റോ ഇൻഡസ്ട്രി നിയമങ്ങൾ പോകാൻ പോകുന്ന സുഹൃത്തുക്കളെ. നമ്മൾ വളരെ ഭാഗ്യന്മാരാണ്. നമ്മൾ ആരുകളെ കാശും പോവില്ല, ഉറപ്പാണ്. പക്ഷേ പല ആളുകൾ നമ്മളെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഫ്രണ്ടിനെയോ ആരെങ്കിലും ആയിട്ടുള്ള ആളുകൾ പല ക്രിപ്റ്റോ കറൻസിയിലും വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡാവോ മെമ്പർഷിപ്പ് ഇല്ലാതിരുന്ന ഒരു പ്രധാനമാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും കാശ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ 99% തന്നെ വേണമെങ്കിൽ പറയാം. 1% രക്ഷപ്പെടാൻ. ഞാൻ വേണമെങ്കിൽ ഈ IRS കാണിക്കാൻ വേണ്ടി ജസ്റ്റ്
ഒരു കൺവിക്ഷന് വേണ്ടി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ ഒന്ന് കാണിച്ചു തരാം. സ്ക്രീനിലല്ല, സ്ക്രീൻഷോട്ട് വഴി ഞാൻ കാണിച്ചു തരാം. അതിന്റെ വെബ്സൈറ്റൊക്കെ പോയി കുറെ സമയം എടുക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം പ്ലീസ്. ഇതാണ് ശ്രീകുമാർ സാർ, കേൾക്കാലോ സാറേ? സാറേ കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ലേ? ഒരു സെക്കൻഡ്. ഇല്ല വന്നില്ല, വന്നിട്ട് പെട്ടെന്ന് പോയി. ഓക്കെ, ഒരു സെക്കൻഡ്. ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്, നോക്കാം. ഇപ്പൊ വന്നു. ഇപ്പൊ കാണുന്നുണ്ടോ സാറേ? ഇപ്പൊ കാണാം സാറേ. ഇതാണ് IRS അസറ്റ്സ്. കറക്റ്റ്. ഇത് ഈ വെബ്സൈറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ URL സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് എല്ലാ ഭാഷയിലും അവൈലബിൾ. അതിനെ കുറിച്ച് കിട്ടും. കാരണം നമുക്ക് അത്ര സാധില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ ChatGPT കിട്ടുന്ന വിവരങ്ങളൊന്നും നമുക്ക് Revenue Service is a bureau of the US Department of the Treasury. എന്ന് വെച്ചാൽ US ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന ഈ വെബ്സൈറ്റ് IRS. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അടുത്തൊരു പേജിലേക്ക് പോവാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളൊന്ന് വായിക്കണം. ഇതെന്താ അറിയോ? ഇത് അസറ്റ് റൂളിംഗ് റിഗാർഡിംഗ് ബ്ലോക്ക് ചെയിൻ ആൻഡ് ഡിജിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ അസറ്റ് കംപ്ലീറ്റ് നിയന്ത്രിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് IRS. അതിൽ ടാക്സേഷനായിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റൽ അസറ്റിന്റെ കംപ്ലീറ്റ് ടാക്സേഷൻ വരാൻ പോകുന്നു. അതുപോലെ ബ്രോക്കർ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്. The IRS has issued final regulation requiring custodian brokers to report sales and exchange of the digital assets, including cryptocurrency, starting in 2025. എന്ന് വെച്ചാൽ NFT മുതലുള്ള എല്ലാത്തിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിലൊക്കെ ഉണ്ടെന്ന് അറിയോ? അടുത്ത പേജിൽ നോക്കണം. അടുത്ത ആ ഡോട്ടിൽ നോക്കിയാൽ മതി. ടാക്സബിലിറ്റി ഓഫ് സ്റ്റേക്കിംഗ് റിവാർഡ്. നമ്മൾ എന്താ ചെയ്യുന്നത്? സ്റ്റേക്കിംഗ് റിവാർഡിനും ടാക്സ് വരാൻ പോകുന്നു. പക്ഷെ ഇതൊക്കെ കിട്ടണമെങ്കിൽ ഡാവോ പോലത്തെ ഓർഗനൈസേഷനിൽ മെമ്പർ ആയിരിക്കണം. ഇല്ലാതിരുന്നാൽ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് പഴുത് വീഴും. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ദുഃഖിക്കുന്നത്. ഞാൻ വളരെയധികം ദുഃഖിക്കുന്നതിന്റെ കാര്യം അതാണ്. കാരണം നിലവിലുള്ള പല പ്രസ്ഥാനങ്ങളും നല്ല ഇതിൽ സ്മൂത്തായിട്ട് റിവാർഡൊക്കെ കൊടുത്ത് നല്ല ഇങ്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിനാണ് താഴ് വീഴാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും പറയുന്നത് ഇതൊക്കെ 2025 വരുമെന്ന്. പക്ഷെ 2020 വരുന്നതായിട്ട് അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. പല കമ്പനികൾക്കും അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇതിന്റെ പ്രശ്നം തീർച്ചയായിട്ടും കോടികൾ വരുമാനം ഉണ്ടാക്കുന്ന കമ്പനികൾക്കും കോടികൾ വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും ആളുകൾക്കും ഇതൊക്കെ ബാധിക്കും. കാരണം ഇപ്പൊ US അത് സ്റ്റാർട്ട് ചെയ്തു. വളരെ അടുത്ത് ഇന്ത്യ ഗവൺമെന്റും ഏറ്റെടുക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എത്തിയിരിക്കുന്ന പ്രസ്ഥാനം PVC മെറ്റ, അതിൽ വളരെ നന്നായിട്ട് ടാക്സബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനം ചെയ്യാനുള്ള പദ്ധതികൾ വരാൻ പോകുന്നുണ്ട് സുഹൃത്തുക്കളെ. മാത്രമല്ല മെറ്റ ആർമി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്ന അന്ന് മുതൽ നമ്മൾ പറയുന്നു. കാരണം നമ്മൾ ആളുകൾ വരുമാനം വാങ്ങിക്കുന്ന ആളുകൾക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ കാശ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരുക്കുന്നുണ്ട്. കാരണം ഇത് നമ്മളൊരു കമ്പനി പോലെ ഫോം ചെയ്ത് അതിൽ വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് എന്തിനാ പറയുന്നത്, നമുക്ക് സാധാരണ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ക്രെഡിറ്റ് സ്കോർ പോലെ കണക്ട് ചെയ്യാനുള്ള ഉദ്ദേശം വരെ മെറ്റ ആർമി ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് മെറ്റ ആർമിയുടെ സിസ്റ്റത്തിൽ വരുന്ന
അവരുടെ ക്രെഡിറ്റ് സ്കോർ, അവരുടെ കപ്പാസിറ്റി ബാങ്ക് ലോണിൽ കാണിച്ചാൽ ബാങ്ക് ലോൺ കിട്ടുന്ന രീതിയിൽ വരെ നമ്മൾ സെറ്റിംഗ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്ന ഒരാളല്ല. പലപ്പോഴും മീറ്റിംഗിൽ അശോകൻ ആളെ പേര് പറയുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ ടീം, പവർഫുൾ ആയിട്ടുള്ള ടീം, പേൾവൈൻ PVC മെറ്റ ചെയ്യുന്ന ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ടീം ലീഡേഴ്സ്, അവരാണ് നമ്മളെ ഈ സക്സസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ 5ഓളം മീറ്റിംഗ് ആണ് ആഴ്ചക്ക് നമ്മൾ നടത്തുന്നത്. 5 മീറ്റിംഗ് നടത്തുമ്പോൾ സുഹൃത്തുക്കളെ, ഈ 5 മീറ്റിംഗ് നടത്തുമ്പോൾ അതിനു വേണ്ടി കുറെ ടൈം മാറ്റി വെക്കാനുണ്ട്, കുറച്ച് തയ്യാറെടുപ്പുകളുണ്ട്. തീർച്ചയായിട്ടും അതിൽ ക്ലാസ് എടുക്കുന്ന ആ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ച് ടെൻഷൻ പിടിച്ച ഒരു പ്രോഗ്രാമാണത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓരോ മീറ്റിംഗിൽ വന്നിരിക്കുമ്പോഴും അവർ വളരെ ടെൻഷൻ അടിക്കേണ്ടി വരും. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, കറക്റ്റായിട്ട് വെക്കാൻ പറ്റുന്നുണ്ടോ, അതുകൂടാതെ ശബ്ദം ക്ലിയർ ആവുന്നുണ്ടോ, നെറ്റ്വർക്ക് ക്ലിയർ ആണെന്നുണ്ടോ, ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള പല വേവിലാദികൾ കൊണ്ടാണ് ആ സമയം മീറ്റിംഗ് കടന്നു പോകുന്ന വ്യക്തികൾ, പ്രവർത്തിക്കുന്ന ആളുകൾ. നമ്മളത് മനസ്സിലാക്കണം. ഈസി അല്ല ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും, അത് കോർഡിനേറ്റ് ചെയ്യും, അതുപോലെ അതിൽ സംസാരിക്കും. അതുപോലെ നിരന്തരമായിട്ട് MC സംസാരിക്കും. നമ്മുടെ ശ്രീകുമാർ സാറൊക്കെ പല തിരക്കിനിടയിലും വന്നിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വളരെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡേഴ്സാണ് മെറ്റ ആർമിയുടെ പിന്നിൽ ശക്തമായി നിൽക്കുന്നത്. അതുകൂടാതെ നമുക്കൊരു അഡ്വൈസറി ബോർഡ് ഉണ്ട്, 2 ഓഫീസുകൾ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതും കൂടാതെ നമ്മളെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളെ സപ്പോർട്ട് ചെയ്യുന്ന, ക്യാമ്പയിൻ സപ്പോർട്ട് ചെയ്യുന്ന, അഡ്വർടൈസ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അവരിലൂടെയാണ് നമ്മൾ പുതിയ ബിസിനസ് എടുക്കാൻ വേണ്ടി 2025 വലിയ രീതിയിലുള്ള ബിസിനസ് വരുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മാസവും അതിനു മുമ്പത്തെ ആ മാസമൊക്കെ നമുക്ക് ബിസിനസ് പല രാജ്യത്തു നിന്നും വരുന്നുണ്ട്. ഏകദേശം എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ നോക്കുമ്പോൾ 20ലധികം രാജ്യങ്ങളിൽ നിന്ന് ബിസിനസ് വന്നിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ് എൻ്റെ മാത്രമല്ല, പല ഗ്രൂപ്പുകളിലായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനാണ് പുതിയതായിട്ട് വന്ന ആളുകളെ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. നമ്മൾ ഇതിൽ പങ്കാളിയാവാൻ നമ്മൾ വിളിക്കുന്നത് 2025 ഏറ്റവും നല്ല ടൈം. നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമായി 2025 മാറ്റാൻ പ്രാപ്തിയുള്ള ഒരു ഓർഗനൈസേഷനാണ് മെറ്റ ആർമിയും പേൾവൈൻ ഇന്റർനാഷണലും PVC മെറ്റയും. സുഹൃത്തുക്കളെ, നമ്മൾ ആകെയോട് ചെയ്യേണ്ട കാര്യം സിമ്പിളാണ്. കാരണം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ലീഡേഴ്സും ആയിട്ടുള്ള നല്ല ബന്ധം സൂക്ഷിക്കണം. എന്തറിയോ, പല സംസ്ഥാനത്തെ ആളുകൾ പറയുന്നത് എനിക്ക് ഇതിൽ വന്ന മാറ്റങ്ങൾ അറിയുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ 2-3 ഔട്ട് സ്റ്റേറ്റിലെ ആളുകളായിട്ട് അവർ നമ്പർ തന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഇതിൽ വന്ന മാറ്റങ്ങൾ അറിയില്ല, ഞങ്ങൾ കോഡ്സ് അച്ചീവറാണ്, ഞങ്ങൾ അമത്തിസ്റ്റ് അച്ചീവറാണ്, അവർ വേറെ ബിസിനസ്സിന് പോയി. ഞാനപ്പോൾ പറഞ്ഞ സിസ്റ്റത്തിൽ നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കാറുണ്ടോ, നിങ്ങളെ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ പങ്കെടുക്കുക, അതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും അറിയില്ല. കാരണം സിസ്റ്റം കംപ്ലീറ്റ് പോകുന്നത് ശരിക്കും ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുക, നമ്മളെ വെബ്സൈറ്റ് സന്ദർശിക്കുക, നമ്മളെ കോറായിട്ട് നിൽക്കുന്ന ടീം മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാരായിട്ട്, ടീം ലീഡേഴ്സുമായിട്ട്, നിങ്ങളെ സ്പോൺസറായിട്ട് ശരിക്കും അസോസിയേറ്റ് നിൽക്കണം. നമ്മളെ സ്പോൺസർ എന്ന് പറഞ്ഞ ബിസിനസ് വളരെ വലിയ ആളുകൾ മനസ്സിലാകുന്ന. ഈ സ്പോൺസർ നമ്മളടുത്ത് ഈ ബിസിനസ് പറഞ്ഞില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വർഷമാണ് 2025. നമ്മളെ സ്പോൺസറെ നമുക്ക് ദൈവതുല്യമാണ് എന്ന് ശ്രീകുമാർ സാർ പറയുന്നത് പോലെ കൂടുതൽ വരുമാനം കിട്ടുമ്പോൾ നമുക്ക് ഓരോരാൾക്കാർക്കും മനസ്സിലാവും, അദ്ദേഹത്തിന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമില്ല, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ കുറിച്ച് ചിന്തിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് കഴിവില്ല എന്ന് അദ്ദേഹം സ്പോൺസർ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നഷ്ടപ്പെടുന്ന വലിയൊരു അവസരമായിരിക്കും. അപ്പോൾ ആ വ്യക്തിനെ നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട്. കാരണം ആ വ്യക്തിയിലൂടെയാണ് നമുക്ക് ഈ ബിസിനസ് വന്നിരിക്കുന്നത്. ഒരിക്കലും അദ്ദേഹം ചിലപ്പോൾ ഈ ബിസിനസ്സിൽ ആക്റ്റീവ് ആയിരിക്കണം എന്നില്ല, പക്ഷെ അദ്ദേഹം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ബിസിനസ്സിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ ഒരു ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഗ്രൂപ്പിൽ ഇത്രയും ആളുകൾ വരികയും വലിയ വലിയ അച്ചീവ്മെന്റ് നേടിക്കൊണ്ടിരിക്കുന്ന. സുഹൃത്തുക്കളെ, ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നീട് ഒരു പ്രധാന കാര്യം, സിസ്റ്റം പറയാത്ത കാര്യങ്ങൾ ദയവായി ആരും ചെയ്യാതിരിക്കുക. സിസ്റ്റം പറയുന്ന അല്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രസ്റ്റ് വാലറ്റിൽ നമുക്ക് അപ്ഡേഷൻ നടക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം.
അതുകൊണ്ട് തന്നെ പല ആളുകളും ഈസി മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ പല എക്സ്ചേഞ്ചിൽ മാറി ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ട് പോകുന്നുണ്ട് സുഹൃത്തുക്കളെ. വളരെ വിഷമത്തോടു കൂടി പറയട്ടെ, അങ്ങനെയുള്ള എക്സ്ചേഞ്ചിൽ നിങ്ങൾ മാറിപ്പോയി നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഞാൻ ഈ പറയുന്ന സംഭവം നടക്കുന്ന സമയത്ത് ആ എക്സ്ചേഞ്ച് ഉണ്ടാവണമെന്ന് പോലും ഒരു ഉറപ്പുമില്ല. കേൾക്കാലോ സാറേ? ഹലോ സാറേ കേൾക്കാം. എന്തോ ഒരു ഡിസ്റ്റർബൻസ് വന്നു. ഓക്കെ ഓക്കെ, അതാ ചോദിച്ചു. ചെറിയൊരു അതെ, ഒരു സെക്കൻഡ്. അത് കറങ്ങുന്ന കണ്ടോ, അതുകൊണ്ടാണ്. ഹലോ, ഓക്കെ. അപ്പൊ നമുക്ക് കാണുന്നുണ്ടോ സാറേ സ്ക്രീനിൽ കോയിൻ ചെക്കൗണ്ട്? ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ കോയിൻ ചെക്കൗണ്ട് ഒരു പേജാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ സ്കോർ ിൽ 10 ബിനാൻസിൽ 10 നമ്മൾ 10 കറന്റ് എക്സ്ചേഞ്ച് കാണിക്കുന്നതെല്ലാം 10ൽ 10. ഓക്കെ. പക്ഷേ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ നിന്ന് കേൾക്കുന്ന പല കറൻസികളുടെയും നമുക്ക് ബെസ്റ്റ് ആണ്, സൂപ്പർ ആണ്, ഇതിൽ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറയുന്ന പല കറൻസികൾക്കും അവരുടെ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ 10ൽ 9 മാത്രമാണ് കാണാൻ പറ്റുക. ഞാൻ പ്രത്യേകിച്ച് ആ ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ദയവായിട്ട് 10ൽ 10 മാർക്കും കിട്ടാത്ത ഒരു എക്സ്ചേഞ്ചിലോ ഒരു വാലറ്റിലോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ വാലറ്റ് കണക്ട് ചെയ്യാൻ പാടില്ല സുഹൃത്തുക്കളെ. അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ നമ്മുടെ വാലറ്റിൽ ഇരിക്കുന്ന PVC മറ്റോ നമുക്ക് നാളെ നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പാടില്ല. കാണാം, ഇപ്പൊ നമ്മൾ ആണ് ഫിനാൻസ് സപ്പോർട്ട് പല കമ്പനികളാണ്. ഇപ്പൊ നല്ല എക്സ്ചേഞ്ച് വന്ന് വലിയ രീതിയിൽ ബിസിനസ് 3000 അവരുടെ കറൻസിക്ക് 3000 ഉറുപ്പീസിന് മണി, അതേ സ്ഥാനം 48 മണിക്കൂർ കഴിയുമ്പോൾ വെറും 34 പൈസയായ കഥ നമുക്കറിയാം. അതുകൊണ്ട് ദയവായി നിങ്ങൾ സിസ്റ്റം പറയാത്ത എക്സ്ചേഞ്ച് വഴിയോ വാലറ്റ് വഴിയോ ഓപ്പറേഷൻ ചെയ്യുന്നത് വളരെ വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സിസ്റ്റം റെക്കമെൻഡ് ചെയ്യുന്ന ഉള്ളി വാലറ്റ് ട്രസ്റ്റ് വാലറ്റ് ആൻഡ് മെറ്റാമാസ്ക് ആണ്. അത് ബിനാൻസിന്റെ സപ്പോർട്ട് ഉള്ളതാണ്. ബിനാൻസ് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ദയവായി അത് മാത്രം ചെയ്യുക. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അടുത്ത വർഷം 2025 ആദ്യത്തെ ശനിയാഴ്ച, വരുന്ന ശനിയാഴ്ച നമുക്ക് വീണ്ടും ഒന്നിച്ച് നമുക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ, അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. തൽക്കാലം നിർത്തട്ടെ, 4 മിനിറ്റ് വൈകിട്ടുണ്ട്. എന്തായാലും അടുത്ത വർഷം 2025 നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു വർഷമായിരിക്കുന്നു ഉറപ്പ് പറഞ്ഞുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ഞാൻ വിടവാങ്ങട്ടു.